കുറച്ച് ധനാഢ്യന്മാരും കുറച്ച് വഹാബി രാഷ്ട്രീയക്കാരും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ചുളിവിലൂടെ കൊണ്ടുവരുന്ന തിട്ടൂരത്തെ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയാൽ ചവറ്റോട്ടത്തെ വിളിച്ചറിയും. കൊണ്ടേ കൊടുക്കാൻ തന്നെ പേടിണ്ടാവും. എന്തുകൊണ്ട്? അദ്ദേഹം ഇരുന്നാൽ ഈറ്റപ്പുലി പോലത്തെ ഒരാളാണ്. ശംസുൽ ഉലമയ്ക്ക് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് സയ്യിദുൽ ഉലമ. അപ്പൊ ഇവരെ പ്രശ്നം എന്താ? ഈ ആളൊന്നും ഇല്ലാതെയാവുക. അത് ശൈഖുനാ ശംസുൽ ഉലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ കണ്ടാമൃഗം എന്നിവരെ ലേഖനം എഴുതി വിട്ടു. എന്തേ? അവരയച്ചു കൊടുക്കുന്ന തിട്ടൂരത്തിൽ വെപ്പിടില്ല. അതുകൊണ്ട് ഇവർക്ക് ഉദ്ദേശം ഒരു റബ്ബർ സ്റ്റാമ്പായ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. അത് നടപ്പില്ല. ആർക്ക്? ചില വഹാബികൾ, മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മറവിലൂടെ നടക്കുന്ന വഹാബികൾ. അവർ ചിലപ്പോൾ തെളിഞ്ഞു വരും, ചിലപ്പോൾ ഒളിഞ്ഞു വരും. അവരെ ഞങ്ങൾക്ക് അറിയും, അവരെ നമുക്കറിയും.